More than a feeling, love എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് ആൻഡ് ഓഫ് കോഴ്സ് ദാറ്റ് കണക്ട്സ് അവർ ഹാർട്ട്സ്. എല്ലാവർക്കും ഒരു പ്രതീക്ഷയുള്ളൊരു പുതിയ ജീവിതമാണ് അവിടെ തുടങ്ങുന്നത്. അതൊരു ഹാപ്പി എൻഡിങ് ആണ്. ഒപ്പം തന്നെ അത് എല്ലാവരുടെയും മനസ്സിനൊരു കുളിർമ തരുന്ന ഒരു ചിത്രം കൂടിയായിട്ട് മാറുകയാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഫാമിലിയോ ഫ്രണ്ട്സോ കപ്പിളോ ആയിക്കോട്ടെ, നിങ്ങൾ അവസാനമായി ഒന്നിച്ചിരുന്ന് ആസ്വദിച്ച് കണ്ട റൊമാൻറ്റിക് മൂവി ഏതായിരിക്കും? 1950കൾക്ക് ശേഷം ഫാമിലി ഡ്രാമ, ആക്ഷൻ, ത്രില്ലേഴ്സ് ഇതെല്ലാം കണ്ടുമടുത്ത ഒരു ടീനേജിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ആ ഒരു ഫേസിൽ മ്യൂസിക് ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും എല്ലാവരും ചേർന്ന് മ്യൂസിക്കൽ കൾച്ചറൽ സിനിമകൾ ചെയ്യാൻ തുടങ്ങുന്നു. അന്നേ വരെ മെയിൻ സ്റ്റോറിയുടെ ഒരു സബ്പ്ലോട്ട് മാത്രമായിരുന്നു പ്രണയം എന്നുള്ള വിഷയം. ആ വിഷയത്തെ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ആളുകളുടെ സങ്കീർണതകളിലോട്ടൊക്കെ എത്തിപ്പെടുന്ന പോലെ അവരെ പിടിച്ചിരുത്താൻ തക്കവണ്ണം പ്രണയം എന്നുള്ളതൊരു സിനിമ അനുഭവമായി തന്നെ മാറുകയാണ്. എല്ലാ ഭാഷകളെയും സംസ്കാരങ്ങളെയും ജനറേഷനുകളെയും എല്ലാം അതിജീവിച്ച് ആളുകളിലേക്ക് ആകർഷിക്കാൻ എപ്പോഴും പ്രണയ സിനിമകൾക്കൊരു പ്രത്യേക കഴിവ് തന്നെയാണ്. എന്നെ ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്ത സിനിമ എന്ന് പറയുന്നത് ഡയറക്ടർ വസന്തിൻ്റെ തമിഴ് സിനിമയായ ഋതമാണ്. അർജുനും മീനയും ആണ് അതിലൊന്നിച്ച് അഭിനയിച്ചിരിക്കുന്നത്. AR റഹ്മാനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. എന്തുകൊണ്ട് ഈ സിനിമ സ്പെഷ്യൽ ആകുന്നു എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ പ്രണയ സങ്കല്പങ്ങളായ ഫസ്റ്റ് ലവ്, ഫസ്റ്റ് മാരേജ് ഇതിനെയെല്ലാം മാറ്റി നിർത്തി പ്രണയത്തിനൊരു പുതിയ രൂപം നൽകിയ ഒരു സിനിമയാണ് ഋതം. ഈ സിനിമ കാണുമ്പോൾ നമുക്കൊരിക്കലും ഒരു ഫസ്റ്റ് ലവോ ഫസ്റ്റ് മാരേജോ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇവിടെ നമുക്ക് ഈ സിനിമയിലെ പ്രണയം തുടങ്ങുന്നത് പ്രണയ തകർച്ചയെന്നാണ്. അതൊരു പക്വമായ പ്രണയമാണ്. ആ പ്രണയത്തിനൊരു പ്രത്യേക അനുഭൂതിയാണ്. അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങളായിട്ടുള്ള കാർത്തിക്കും ചിത്രയും, അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ പാർട്ട്നേഴ്സ് ഒരേ വാഹനാപകടത്തിൽ മരണപ്പെടുന്നു. പിന്നീട് അവരെ ഓർത്തുകൊണ്ടുള്ള അവരുടെ നഷ്ടപ്രണയത്തിൽ രണ്ടുപേരും ജീവിക്കുന്നു വർഷങ്ങളോളം. പക്ഷേ ജീവിതത്തിൽ ഒരു മൊമെൻറ്റിൽ അവർ ആ നഷ്ടപ്രണയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു വലിയ തീരുമാനമെടുക്കുന്നു. നമ്മൾ നോക്കുകയാണെങ്കിൽ സോ കോൾഡ് സിനിമകളിലൊന്നും ഇല്ലാത്ത റൊമാൻറ്റിക് കോൺവെർസേഷൻസ് ഇല്ല, റൊമാൻറ്റിക് സീനുകളില്ല. മറിച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മെച്യൂർഡ് ആയിട്ടുള്ള രണ്ട് ഇൻഡിവിജ്വൽസ് അവർ പരസ്പരം എമ്പതിയോടെ അവരുടെ ജീവിതത്തെ നോക്കിക്കാണുന്നു. അവരുടെ നഷ്ടപ്രണയത്തെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാനായിട്ട് അവർ തീരുമാനമെടുക്കുന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. നമുക്ക് എപ്പോഴും ഒരു മാതൃകയാക്കാവുന്നൊരു പ്രണയം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ സിനിമയിൽ കാണുമ്പോൾ നമുക്ക് തോന്നും കാർത്തിക്കും ചിത്രയും മാത്രമാണ് അവിടെ പുതിയ ജീവിതം തുടങ്ങിയത്. ഒരിക്കലുമല്ല. സിനിമയുടെ അവസാനം എത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാർത്തിക്കിൻ്റെ ഓൾഡ് ഏജ് പേരൻസ് ആയിക്കോട്ടെ, അതുപോലെ ചിത്രയുടെ മകനായിക്കോട്ടെ, എല്ലാവർക്കും ഒരു പ്രതീക്ഷയുള്ളൊരു പുതിയ ജീവിതമാണ് അവിടെ തുടങ്ങുന്നത്. അതൊരു ഹാപ്പി എൻഡിങ് ആണ്. ഒപ്പം തന്നെ അത് എല്ലാവരുടെയും മനസ്സിനൊരു കുളിർമ തരുന്ന ഒരു ചിത്രം കൂടിയായിട്ട് മാറുകയാണ്. അറിയാം, ലവ് ഈസ് ഓൾവേസ് മാജിക്. അതുപോലെ തന്നെ ഇറ്റ്സ് കോംപ്ലെക്സ്, പക്ഷേ സംടൈംസ് ഇറ്റ് ഈസ് വണ്ടർഫുള്ളി മിസ്റ്റീരിയസ്. സോ മോർ ദാൻ എ ഫീലിംഗ്, ലവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് ആൻഡ് ഓഫ് കോഴ്സ് ദാറ്റ് കണക്ട്സ് അവർ ഹാർട്ട്സ്. സംടൈംസ് ഇറ്റ് ഗീവ്സ് മീനിങ്സ് ടു അവർ എക്സിസ്റ്റൻസ്. അതെ, നമ്മുടെ എല്ലാ നിലനിൽപ്പിന് ഒരു അർത്ഥം നൽകാനായിട്ട് പ്രണയത്തിന് പറ്റും.